GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 7 നടന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഓൺലൈൻ എക്സാമിൻ്റെ ചില GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിൻ്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻസ് A 61st, B 52nd, C 44th, D 91st. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി. ആൻസർ വരെ ഓപ്ഷൻ ഡി 91st. 91ാമത് ഭരണഘടനാ ഭേദഗതിയാണ് അങ്ങനെ വ്യവസ്ഥ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻസ് A ആർട്ടിക്കിൾ 360, B ആർട്ടിക്കിൾ 326, C ആർട്ടിക്കിൾ 352, D ആർട്ടിക്കിൾ 356. സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 356. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഓപ്ഷൻസ് A ഉപരാഷ്ട്രപതി, B ലോക്സഭാ സ്പീക്കർ, C പ്രധാനമന്ത്രി, D ലോക്സഭ ഉപാധ്യക്ഷൻ. പാർലമെന്റിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആൻസർ വരെ ഓപ്ഷൻ B ലോക്സഭാ സ്പീക്കർ. 4. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ഏതു വർഷം? ഓപ്ഷൻസ് A 1991, B 1993, C 1995, D 1997. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആൻസർ വരെ ഓപ്ഷൻ B 1993. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറൻ വിഷയങ്ങൾ കണ്ടെത്തുക. 1 തൊഴിൽ സംഘടനകൾ, 2 പോലീസ്, 3 വനം, 4 പൊതുജനാരോഗ്യം. ഓപ്ഷൻസ് A 1, 2, B 1, 3, C 1, 2, 3, D 4 മാത്രം. കൺകറൻ വിഷയങ്ങളാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ B ആണ് 1, 3, തൊഴിൽ സംഘടനകളും വനവും. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് സംസ്ഥാനങ്ങളുടെ പേരും അവയുടെ അതിർത്തികളും നിർവചിക്കുന്നത്? ഓപ്ഷൻസ് A ഫസ്റ്റ് ഷെഡ്യൂൾ, B സെക്കൻഡ് ഷെഡ്യൂൾ, C തേർഡ് ഷെഡ്യൂൾ, D ഫോർത്ത് ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളാണ് സംസ്ഥാനങ്ങളുടെ പേരും അവയുടെ അതിർത്തിയും നിർവചിച്ചിരിക്കുന്നത്? ആൻസർ വരെ ഓപ്ഷൻ A ഫസ്റ്റ് ഷെഡ്യൂൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? 1 പ്രൊഹിബിഷൻ, B കോ വാറന്റോ, C മാൻഡമസ്, D സെർഷ്യോററി. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. ഓപ്ഷൻസ് A 3 or 1, B 4 or 2, C 3 only, D 1 only. ആൻസർ വരെ ഓപ്ഷൻ C ആണ് 3 only, അതായത് മാൻഡമസ് ആണ് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഇന്ത്യയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് നടപ്പിലാക്കിയത്? ഓപ്ഷൻസ് A 38ാം ഭരണഘടനാ ഭേദഗതി, B 39th ഭരണഘടനാ ഭേദഗതി, C 40th ഭരണഘടനാ ഭേദഗതി, D 42nd ഭരണഘടനാ ഭേദഗതി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി. ആൻസർ വരെ ഓപ്ഷൻ ഡി 42ാമത് ഭരണഘടനാ ഭേദഗതി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ലോക്സഭയിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻസ് A ആർട്ടിക്കിൾ 326, B ആർട്ടിക്കിൾ 320, C ആർട്ടിക്കിൾ 318, D ആർട്ടിക്കിൾ 336. ലോക്സഭയിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ. ആൻസർ വരെ ഓപ്ഷൻ A ആണ് ആർട്ടിക്കിൾ 326. പത്താമത്തെ ക്വസ്റ്റ്യൻ, 2025 ഡിസംബർ 15 നിയമിതനായ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഓപ്ഷൻസ് A ശ്രീ ഹീരാലാൽ സമാരിയ, B ശ്രീ രാജ്കുമാർ ഗോയൽ, C ശ്രീ വിനോദ് കുമാർ തിവേരി, D ശ്രീ സുരേന്ദ്ര സിംഗ് മീണ. 2025 ഡിസംബർ 15 നിയമിതനായ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആൻസർ വരെ ഓപ്ഷൻ B ശ്രീ രാജ്കുമാർ ഗോയൽ. 11. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1 മൂഷകവംശ കാവ്യം രചിച്ചത് അതുലനാണ്. 2 ശ്രീകണ്ഠന്റെ കൊട്ടാരം കവിയാണ് അതുലൻ. 3 നന്നൻ എന്ന രാജാവിന്റെ കൊട്ടാരം കവിയാണ് അതുലൻ. 4 ഏഴിമല രാജവംശ ചരിത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A 1, 3 മാത്രം, B 1, 2, 3 മാത്രം, C 1, 2, 4 മാത്രം, D 1, 3, 4 മാത്രം. ആൻസർ വരെ ഓപ്ഷൻ C ആണ് 1, 2, 4 മാത്രം. അതായത് മൂഷകവംശ കാവ്യം രചിച്ചത് അതുലനാണ്, ശ്രീകണ്ഠന്റെ കൊട്ടാരം കവിയാണ് അതുലൻ, ഏഴിമല രാജവംശത്തിന്റെ ചരിത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 12 ആത്മവിദ്യാസംഘം എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻസ് A വൈകുണ്ഠസ്വാമികൾ, B ചട്ടമ്പി സ്വാമികൾ, C അയ്യങ്കാളി, D വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ആൻസർ വരെ ഓപ്ഷൻ D വാഗ്ബടാനന്ദൻ.
13 ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സവർണജാഥ? ഓപ്ഷൻസ് എ ഗുരുവായൂർ സത്യാഗ്രഹം, ബി വൈക്കം സത്യാഗ്രഹം, സി പാലിയം സത്യാഗ്രഹം, ഡി നിവർത്തന പ്രക്ഷോഭം. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് സവർണജാഥ? ആൻസർ വരെ ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് എ കെ കേളപ്പൻ, ബി ശ്രീനാരായണ ഗുരു, സി ഗാന്ധിജി, ഡി എ കെ ഗോപാലൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആൻസർ വരെ ഓപ്ഷൻ സി ഗാന്ധിജി. 15 അഖില തിരുട്ട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകൻ? ഓപ്ഷൻസ് എ ചട്ടമ്പി സ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഡി വൈകുണ്ഠ സ്വാമികൾ. അഖില തിരുട്ട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകൻ? ആൻസർ വരെ ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി? എ സ്വാതി തിരുനാൾ, ബി മാർത്താണ്ഡവർമ്മ, സി ശ്രീമൂലം തിരുനാൾ, ഡി ഗൗരി പാർവതീബായി. ആദ്യമായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി? ആൻസർ വരെ ഓപ്ഷൻ ഡി ഗൗരി പാർവതീബായി. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1 1891 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചു. 2 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്. 3 ജി പി പിള്ള തിരുവിതാംകൂർ രാജാവിന് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചു. 4 തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് മലയാളി മെമ്മോറിയൽ ആവശ്യപ്പെട്ടു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1, 3, 4 മാത്രം, ബി 1, 2, 4 മാത്രം, സി 1, 2, 3 മാത്രം, ഡി എല്ലാ പ്രസ്താവനകളും. ആൻസർ വരെ ഓപ്ഷൻ എ ആണ് 1, 3, 4 മാത്രം. 1891 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചു. ജി പി പിള്ള തിരുവിതാംകൂർ രാജാവിന് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചു. തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് മലയാളി മെമ്മോറിയൽ ആവശ്യപ്പെട്ടു. 18ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഓപ്ഷൻസ് എ കെ കേളപ്പൻ, ബി എ കെ ഗോപാലൻ, സി EMS നമ്പൂതിരിപ്പാട്, ഡി പി കൃഷ്ണപിള്ള. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ആൻസർ വരെ ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1 രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം. 2 ബെഞ്ചമിൻ ബെയ്ലി 1848 ഇത് പ്രസിദ്ധീകരിച്ചു. 3 ഹെർമൻ ഗുണ്ടർട്ട് 1847 ഇത് പ്രസിദ്ധീകരിച്ചു. 4 രാജ്യസമാചാരത്തിന്റെ സ്ഥാപകൻ ബേസിൽ ഇവാഞ്ചലിക് മിഷനിലെ അംഗമാണ്. ഓപ്ഷൻസ് എ 1, 3, 4 മാത്രം, ബി 1, 2, 4 മാത്രം, സി 1, 2 മാത്രം, ഡി 1, 4 മാത്രം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ് 1, 3, 4 മാത്രം. അതായത് രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം. ഹെർമൻ ഗുണ്ടർട്ട് 1847 ഇത് പ്രസിദ്ധീകരിച്ചു. രാജ്യസമാചാരത്തിന്റെ സ്ഥാപകൻ അതായത് ഹെർമൻ ഗുണ്ടർട്ട് ബാസിൽ ഇവാഞ്ചലിക് മിഷൻ BEM അതിലെ അംഗമാണ്. 20ാമത്തെ ചോദ്യം, ആത്മോപദേശ ശതകം എന്ന കവിതയുടെ രചയിതാവ്? ഓപ്ഷൻസ് എ അയ്യങ്കാളി, ബി ശ്രീനാരായണ ഗുരു, സി ചട്ടമ്പി സ്വാമികൾ, ഡി വാഗ്ഭടാനന്ദൻ. ആത്മോപദേശ ശതകം എന്ന കവിതയുടെ രചയിതാവ്? ആൻസർ വരെ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 21 ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം ഏത് കാലയളവിലാണ്? ഓപ്ഷൻസ് എ 1928 മുതൽ 1956 വരെ, ബി 1900 മുതൽ 1920 വരെ, സി 1960 മുതൽ 1980 വരെ, ഡി 1980 മുതൽ 2000 വരെ. ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം ഏത് കാലയളവിലാണ്? ആൻസർ വരെ ഓപ്ഷൻ എ ആണ് 1928 മുതൽ 1956 വരെ. സീരീസിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠം വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അതിൽ ആദ്യമായിട്ട് പറയുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യനേക്കാൾ വലുപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടാണ് കാണപ്പെടുക. അതിന് കാരണം ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. പിന്നെ നക്ഷത്രങ്ങളുടെ പ്രത്യേകത സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ്. അവ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. ഇനി എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. അപ്പം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി ഒരു ഗ്രഹമാണ്. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ.
ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശമൊക്കെ ലഭിക്കുന്നത്. ഇനി വിവിധ ഗ്രഹങ്ങളും അവയുടെ സവിശേഷതയുമാണ്. ആദ്യം ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. പിന്നെ ശുക്രൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. ചൊവ്വ ചുവന്ന ഗ്രഹം. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം. ശനി വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അപ്പോൾ സൗരയൂഥത്തിൽ ഉൾപ്പെടുന്നത് സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. സൂര്യൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസ് പോളണ്ടുകാരനായിരുന്നു. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്കി വേ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ. ഇങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി വാൽ നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അപ്പോൾ സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രം അഥവാ ധൂമകേതു, കോമറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രം രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങും. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്ട്രോയിഡ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ്. കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളേക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഇനി ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ, മെറ്റിയോർസ്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നു. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. ഗ്രഹങ്ങൾക്ക് ചുറ്റും ഒരു നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരും. ഇതാണ് ഒരു നക്ഷത്രമാസം, സൈഡ്രിയൽ മന്ത് എന്ന് പറയും. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരും. ഇതാണ് ഒരു നക്ഷത്രമാസം. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അപ്പം ഈ ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്ന അവയുടെ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയാണ് ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർബിറ്റിലൂടെ തന്നെ സഞ്ചരിക്കാൻ ഗ്രഹങ്ങളെ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഇനി നമ്മുടെ ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. സുനിത വില്യംസ് പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. മായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ.
ബഹിരാകാശ ചരിത്രത്തിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. അവർ 27 വർഷത്തെ ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിച്ചു. നാസയിൽ നിന്നും വിരമിച്ചു. 3 തവണയായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര നടത്തിയ വ്യക്തിയാണ് സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും അധികം സമയം 608 ദിവസം ചെലവഴിച്ച രണ്ടാമത്തെ നാസ സഞ്ചാരിയാണ് സുനിത വില്യംസ്. അവരുടെ അവസാനത്തെ ദൗത്യം 2024 സ്റ്റാർലൈനർ ദൗത്യമായിരുന്നു. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിലാണ് വെറും ഒരാഴ്ചത്തെ ദൗത്യത്തിനായിട്ട് അവർ പോയത്. പക്ഷേ പേടകത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ മൂലം ഏകദേശം 9 മാസത്തോളം ബഹിരാകാശത്ത് തുടരേണ്ടി വന്നു. 2025 മാർച്ചിൽ സ്പേസ് എക്സിൻ്റെ ക്രൂ 9 ദൗത്യത്തിൽ ഇവർ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. ഈ ഒരൊറ്റ ദൗത്യത്തിൽ മാത്രം 286 ദിവസമാണ് ഇവർ ഭ്രമണപഥത്തിൽ ചെലവഴിച്ചത്. 9 തവണയായി 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിൻ്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിത. ബഹിരാകാശത്ത് വെച്ച് മാരത്തോൺ ഓടിയ ആദ്യ വ്യക്തിയും സുനിത വില്യംസ് ആണ്. 3 ദൗത്യങ്ങളിലുമായി 600-ലധികം ദിവസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചു. 2006 ഡിസംബർ 9 ഡിസ്കവറി പേടകത്തിലായിരുന്നു ആദ്യ യാത്ര. ഈ ബഹിരാകാശം ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത്. ഈ ആകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്ന ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകരാണ് തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗല്ലൻ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് സഹായകമായ ഏറ്റവും പ്രധാനമായ ഘടകം ഭൂമിയുടെ അന്തരീക്ഷമാണ്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം ഇവയെല്ലാം അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. അപ്പോൾ ഭൂമിയിൽ ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. ഇനി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി ഒരു നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം, റവല്യൂഷൻ. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിന് ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ.
നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇനി കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമാറ്റ്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമാറ്റ്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ. ഇപ്പം നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം ഇതൊക്കെ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കും. ഇനി ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമാറ്റ്. കാലാവസ്ഥയും ജനജീവിതവും. ഇപ്പം എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഉറച്ചു കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്സുകളുടെ ബഹളമായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധികകാലവും മഞ്ഞു മൂടിക്കിടക്കുന്നതുകൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവും ഉണ്ട്. ലാഹ്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാകും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്തുത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂറുണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ധാവള്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടി കലർന്ന് നേരിയ നിലാവ് പരന്ന പോലെ തോന്നും. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞു മൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് ഇത്. പാതിരാസൂര്യൻ്റെ നാട്. പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധികകാലവും മഞ്ഞു മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ്. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. ഈ നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസം പകലും 6 മാസം രാത്രിയായിരിക്കും. ജനവാസം കുറവുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം എങ്ങനെയൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. അപ്പോൾ ഈ ധ്രുവപ്രദേശങ്ങളിലെ തദ്ദേശീയരായ ജനങ്ങളെ പറയുന്നതാണ് ഇന്യൂട്ട്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. അപ്പോൾ ഇന്യൂട്ടുകളുടെ വാസസ്ഥാനമാണ് ഇഗ്ലു എന്ന് പറയുന്നത്. ഇഗ്ലു ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയര ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണമരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽ കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രിയിൽ താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമിയുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നു. അപ്പോൾ മരുഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശാലമായ മണൽപ്പരപ്പും മണൽക്കുന്നുകളും ഉണ്ടാവും. പകൽ താപം വളരെ കൂടുതലായിരിക്കും, രാത്രി താപം വളരെ കുറവായിരിക്കും, മഴ തീരെ കുറവായിരിക്കും, പിന്നെ വരണ്ട കാറ്റുണ്ടാവും, ജലദൗർലഭ്യം ഉണ്ടാവും. ഇനി ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റം വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി. മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്നും തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ആഗോള താപനില ഉയരും, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ, ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. ആഗോള താപനില ഉയരും, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. അതുപോലെ തന്നെ അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അതിലൊന്നാണ് ഹരിത കേരളം മിഷൻ. മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേനയും പച്ചത്തുരുത്തും ഒക്കെ അതിന് കർമ്മ പരിപാടികളാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.